മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ അക്ബർ, നൂറ, റേന, ആദില എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. നോമിനേഷനെ കുറിച്ചും ഓരോരുത്തരുടെ ഗെയിമിനെ കുറിച്ചും ഷാനവാസിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ആദില അക്ബറിനോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അക്ബറിന് എല്ലാവരോടും ഒരു അസൂയുള്ളത്, അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അക്ബറിൻ്റെ മുഖത്ത് ഞാനൊരു അസൂയ കണ്ടിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണ് എന്ന്. ആദിലിനി ശരിക്കും അക്ബറിൻ്റെ മുഖത്ത് അസൂയ എന്തെങ്കിലും കണ്ടിട്ടാണോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്, അല്ലെങ്കിൽ ട്രിഗർ ചെയ്യിക്കാനാണോ എന്നറിയില്ല. എന്തായാലും അക്ബർ പറയുന്നത് എനിക്കങ്ങനെ മുഖത്ത് അസൂയൊന്നുമില്ല, എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ആദില വ്യക്തമായി തന്നെ പറയുന്നു, അതായത് ഇപ്പോൾ ആര്യനോ ജിസൈലിനോ ഗെയിമുകളിൽ എന്തെങ്കിലും കോയിൻ കിട്ടുകയോ അല്ലെങ്കിൽ ഇന്ന് ജിസൈലിന് സ്റ്റാർ കിട്ടിയപ്പോഴും അക്ബറിൻ്റെ മുഖത്ത് ഒരു അസൂയ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നത് അത് അസൂയയല്ല, എനിക്ക് കിട്ടാത്തതിലുള്ള സങ്കടം അല്ലെങ്കിൽ വിഷമമാണ് എൻ്റെ മുഖത്തുള്ളത്, അതിന് അസൂയ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതൊരു മത്സരമല്ലേ, ഇവിടെ എനിക്ക് കിട്ടണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കൂ, അപ്പോൾ അവർക്ക് കിട്ടുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം എൻ്റെ മുഖത്തുണ്ടാവും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മുഖത്ത് വെറുതെ ചിരി കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ മുഖത്ത് വിഷമമുണ്ട്, അത് അസൂയൊന്നുമല്ല എന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത്. അപ്പോൾ നൂറ് പറയുന്നത് അങ്ങനെയല്ലല്ലോ, ആര്യനും ജിസയിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ടല്ലേ, മറ്റൊരാളുടെ സന്തോഷത്തിൽ നിങ്ങൾക്കും സന്തോഷിക്കാലോ, പക്ഷെ നിങ്ങൾ അങ്ങനെ സന്തോഷിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന്. അപ്പോഴും അക്ബർ പറയുന്നത് ആര്യനോടോ ജിസേലിനോടോ എനിക്ക് അങ്ങനെ അസൂയൊന്നുമില്ല, എനിക്കോ അത് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ, അതെൻ്റെ മുഖത്ത് വരാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അക്ബർ ചെറിയ രീതിക്കൊന്ന് ചൂടാകുന്നുണ്ട്. അപ്പോൾ ആദിലയും ചോദിക്കുന്നു എന്തിനാണ് വെറുതെ ടിഗറാകുന്നത്, എനിക്ക് അങ്ങനെ അക്ബറിൻ്റെ മുഖത്ത് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന്. അക്ബർ അപ്പോൾ പറയുന്നത് ടിഗർ ആയതൊന്നുമല്ല, ടിഗർ ആവേണ്ട ആവശ്യം എന്തിരിക്കുന്നു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതൊരു റിയാലിറ്റി ഷോയാണ്, ഗെയിം ഷോയാണ്, ഇവിടെ എല്ലാവരും അവരവർ ഫസ്റ്റ് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഇവിടെ ആര്യനോടോ ജിസേലിനോടോ എനിക്ക് വ്യക്തിപരമായി യാതൊരു ദേഷ്യവുമില്ല എന്ന് പറയുന്നു. എന്തായാലും ആദില പറയുന്നത് അക്ബറിന് ആര്യനോടും ജിസേലിനോടും അസൂയയാണ് എന്നാണ്. ചിലപ്പോൾ ഇവരുടെ ആ ഗ്രൂപ്പിസം ഒന്ന് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം ആദിലയുടേത്. കാരണം ആദിലയും റെനയും നൂറയും പ്ലാൻ ചെയ്തിരിക്കുന്നത് ടോപ്പ് 5-ൽ ഉള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള 5 പേരെ ഇനി മുതൽ നോമിനേഷൻ ചെയ്യണമെന്നാണല്ലോ. അതിലേക്ക് അവർ പറഞ്ഞ ആദ്യത്തെ പേരും ജിസേലിൻ്റെയും ആര്യൻ്റെയും തന്നെയായിരുന്നു. ചിലപ്പോൾ അക്ബറിനെ ആര്യനിൽ നിന്നും ജിസേലിൽ നിന്നും കുറച്ച് അകത്തിയതിന് ശേഷം അവരുടെ പേരും നോമിനേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയായിരിക്കും. എന്താണ് ഇവരുടെ പദ്ധതി എന്ന് എന്തായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.